ഗൾഫ് മേഖലയോട് ആകെ ഇറാൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതി എങ്ങനെ മാറാം? ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം, യുദ്ധം തുടങ്ങിയത് തെറ്റാണ്, ആര് യുദ്ധം ചെയ്താലും തെറ്റുമാണ്. പക്ഷേ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് ഗൾഫിനോട് ഇറാൻ മാപ്പ് ചോദിച്ചു എന്നുള്ളത്. അത് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നാൻ കാരണം ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ടും കൂടിയാണ്. എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള 1 കോടിയോളം ആൾക്കാർ ഈ ഗൾഫ് മേഖലയിലുണ്ടാവും, ജോലി ചെയ്യുന്നവർ, മലയാളിയും അല്ലാത്തവരൊക്കെ ആയിട്ട്. ലക്ഷക്കണക്കിന് 10-20 ലക്ഷം പേര് ഇന്ത്യക്കാർ ദുബായിൽ തന്നെയുണ്ട്. പല ഗൾഫ് രാജ്യങ്ങളുടെയും ജനസംഖ്യയൊക്കെ കൂടുതൽ ഇന്ത്യക്കാരുണ്ടാവും. ഇങ്ങനെ ഒരു നാട്ടിൽ ആക്രമണം നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഓർക്കണം, ഖമനൈ കൊല്ലപ്പെട്ട സമയത്ത് ഖമനയുടെ മരണത്തെ അനുശോചിക്കാൻ ഇന്ത്യക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ? ഇന്ത്യക്കാർ കൂടുതലുള്ള ഇറാനിലല്ല, കുറച്ച് പേരേ ഉള്ളൂ. കുറേ സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും, എംബസി ഉദ്യോഗസ്ഥരുണ്ടാവും, പിന്നെ കുറച്ച് ബിസിനസ്സുകാരുണ്ടാവും. പക്ഷേ അടിമുടി ബിസിനസ്സുകാരും വിദ്യാർത്ഥിയും വീട്ടമ്മയും മക്കളും സ്കൂളിൽ പഠിക്കണവരും തൊഴിൽ ചെയ്യണവരും തൊഴിലില്ലാത്തവരുമായിട്ട് ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യക്കാരാണ് ഈ ഗൾഫ് മേഖല ഉള്ളത്. അവരെത്ര കോടി രൂപയാണ് ഈ നാട്ടിലേക്ക് അയക്കുന്നത്? എത്ര കുടുംബങ്ങളാണ് ഇവിടെ പുലർന്നു പോകുന്നത്? ഗവൺമെൻറ്റിന് പൈസ കിട്ടുന്നുണ്ടോ അതല്ല, അതിനൊക്കെ പ്രധാനം എത്ര കുടുംബങ്ങൾ ഒരു വഴി നൽകുന്നു പോകുന്നു. കേരളത്തിൻ്റെ തന്നെ പല മേഖലയും ഈ ഗൾഫ് മേഖലയിലെ ആൾക്കാരുടെ പണം കൊണ്ട്, അവരയക്കുന്ന ശമ്പളം കൊണ്ട്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. പണ്ട് അമുലിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, അമുലിൻ്റെ ഒരൊറ്റ ഉൽപ്പന്നം ഉപയോഗിക്കാത്ത ഒരു ഇന്ത്യക്കാരനും ഉണ്ടാവില്ല എന്ന്. അതുപോലെ കേരളത്തിൽ ദുബായ് ബന്ധമില്ലാത്ത, ഇല്ലേ ഒരു സ്വന്തം ബന്ധുവോ സ്വന്തം വീട്ടിൽ നിന്ന് ഒരാളോ ദുബായ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടാവുമോ കേരളത്തിൽ? നമുക്ക് അത്രയും, അത് ദുബായിയോട് തന്നെ ഉണ്ടാവും. അതുപോലെ സൗദി, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തോട് ബന്ധമുള്ള കുടുംബങ്ങളെ ഉള്ളൂ ഇവിടെ. എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളുണ്ടാവും. അങ്ങനത്തെ ഒരു നാട് ആക്രമിക്കപ്പെടുമ്പോൾ ഞാൻ തുടക്കം തൊട്ടേ ഞാൻ പല വീഡിയോയിലും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലായാലും ഞാൻ പങ്കുവച്ചത് ഈ ആശങ്കയാണ്. ഇത്രയധികം ജനങ്ങൾ നമ്മുടെ ആൾക്കാരുണ്ട്, അവർ കൊല്ലപ്പെടുന്ന സാഹചര്യമില്ലേ? അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമില്ലേ? ഇങ്ങനെയൊക്കെ ഗൾഫ് ആകെ പ്രശ്നത്തിലായിട്ട് എന്തിലേക്ക് പോകുമായിരുന്നു എന്നറിയാമോ? ഗൾഫ് വലിയ ദുരന്തത്തിലേക്ക് പോകുമായിരുന്നു. ഹോർമുസ് അടച്ചോടുകൂടി എന്താ സംഭവിച്ചത്? ഹോർമുസ് അടച്ചോട് കൂടിയിട്ട് പുറത്തേക്ക് പെട്രോളിയം വരാണ്ടായി. ഈ പെട്രോളിയം വരാണ്ടായാൽ നമുക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു ശതമാനം നമ്മുടെ ഉപയോഗത്തിൻ്റെ പെട്രോളിയം വരുന്നത് എവിടുന്നാണ്? ഗൾഫ് മേഖലയിൽ നിന്നാണ്. ഇപ്പോൾ തന്നെ ബാരലിന് വില കൂടി 150 ഖത്തർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടുന്ന് LPG വരാണ്ടാവണം. ഇതെല്ലാം പ്രശ്നമാണ്. നമ്മൾ റഷ്യയായിട്ട് നല്ല ബന്ധമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, നമുക്കത് കിട്ടും, നമ്മൾ ഉപയോഗിക്കും. മറ്റെത്ര രാജ്യങ്ങൾക്ക് ഈ ഗുണം കിട്ടും? അതുപോലെ തന്നെ ഹോൾ യൂറോപ്പ് പ്രശ്നത്തിലാവാൻ പോകുമായിരുന്നു. അവരൊന്നും അന്നേരം നോക്കുന്നത് ഇന്ത്യയുടെ നേരെയാണ്. റഷ്യയിൽ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾക്കതാ, ഇന്ത്യ അത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ത്യ ഇനിയും കൊടുക്കും. ഇന്ത്യയെ സംബന്ധിച്ച് വേണമെങ്കിൽ ബിസിനസ് ലുക്ക് നോക്കിയാൽ ഈ പ്രതിസന്ധിയിൽ ഇന്ത്യക്ക് ഒരു മെച്ചം ഉണ്ടായിരുന്നു. പെട്രോളിയം കൂടുതൽ റഷ്യയിൽ നിന്ന് വാങ്ങുക, ലോകം മുഴുവൻ വിൽക്കുക, അങ്ങനെ നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കുക. അതല്ല ഇന്ത്യ ചിന്തിക്കുന്നത്. നമ്മുടെ എത്രയോ മനുഷ്യരവിടെയുണ്ട്, അവരൊന്നും വമ്പൻ പണക്കാരോ ഒന്നുമല്ല. അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഒക്കെയുള്ള ഇന്ത്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് അല്ല. വളരെ പാവപ്പെട്ട ഒത്തിരി പേര്, മിഡിൽ ക്ലാസ്സിലുള്ള ഒത്തിരി പേര്, കുറച്ച് പണക്കാരുണ്ട്. ഉള്ളൊരു നാടാണ്. അവിടെ ആക്രമണം നടക്കുമ്പോൾ അവിടെ ഇന്ത്യക്കാരൻ വേദനിക്കുന്നു, ഇന്ത്യക്കാരൻ കഷ്ടപ്പെടുന്നു, ഇന്ത്യക്കാരൻ ആശങ്കയിലാവുന്നു. എല്ലാ അർത്ഥത്തിലും രാജ്യം ആശങ്കയിലാണ്, കുടുംബങ്ങൾ ആശങ്കയിലാണ്. അപ്പോൾ ഇറാൻ്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അത് ഞാൻ ഈ ആക്രമണം നിർത്തുകയാണ് അവർ. ഏത്? ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ നേരെയുള്ളതല്ല, ഗൾഫിലേക്ക് നടത്തിയ ആക്രമണം നിർത്തുന്നു. ഞങ്ങൾ അവരെ ആക്രമിക്കുന്നില്ല. ഇതൊരു സത്യത്തിൽ ആക്രമിച്ചു എന്നുള്ള തീരുമാനവും ആക്രമണം നിർത്തുന്നുള്ള തീരുമാനവും ഇറാനെ സംബന്ധിച്ച് കറക്റ്റാണ്. കാരണം ആക്രമിച്ചപ്പോൾ എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും മനസ്സിലായി ഇറാനെ ഇങ്ങനെ ഇതാക്കി നിർത്തുന്നത് വലിയ പ്രശ്നമാണ്. അതും ഒരു ഇസ്ലാമിക രാജ്യമാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ സൗദിക്ക് മാത്രമാണ് കുറച്ചെങ്കിലും ഇറാനോട് പ്രശ്നമുള്ളത്. അതും പണ്ടത്തെ മതപരമായ പ്രശ്നത്തിൻ്റെ പുതിയ പുതിയ വെർഷൻസാണത്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. സൗദിയിലുള്ള മക്കയിലും മദീനയിലും തന്നെയാണ് ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകരും ചെല്ലേണ്ടത്. പിന്നെ അവരെ സംബന്ധിച്ച് നജഫ് എന്നൊരു സ്ഥലമുണ്ട്, അതും വളരെ വിശുദ്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇറാൻകാരും സൗദിക്കാരും ഇവർ തമ്മിൽ വലിയ ഷണ്ടേടൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ പേരിലായാലും മറ്റെന്ത് പേരിലായാലും, അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്നു എന്ന പേരിലായാലും ആ രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ അവിടെ ഒരു ഔചിത്യക്കുറവുണ്ട്. പലരും ചോദിച്ചെന്ന് വരാം. പിന്നെ അമേരിക്കയുടെയും UK ഒക്കെ ഇല്ലെങ്കിൽ നാറ്റോയുടെയൊക്കെ പല സെൻറ്ററുകൾ ഗൾഫ് രാജ്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയുടെ. ആ പ്രദേശങ്ങളിലേക്ക് ആക്രമണം പോയിട്ടുണ്ട്. പക്ഷേ അത് കൂടാതെ കുറച്ച് സാധാരണക്കാരൻ ആക്രമിക്കപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായി. ഒരു പ്രശസ്തമായ സ്റ്റാർ ഹോട്ടലിൽ ആക്രമണം നടന്നു, പാമറ ഐലൻഡിലുള്ള ഒരെണ്ണം. ഒരു ഹോട്ടലിൽ ആക്രമണം നടന്നത് അത് മാത്രമായിരിക്കും. ദുബായിലേക്കുള്ള ആക്രമണം നടന്നത്, ഇറാനാണ് ആക്രമിച്ചത്. പക്ഷേ ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് അവിടെ നടക്കുകയായിരുന്നു, ആ ഫ്ലോറിലാണ് അടിച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനത്തെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
രാഷ്ട്രീയമായിട്ട് ഇറാന് മേൽക്കൈ കൊടുക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇറാൻ എടുത്തേക്കുന്നത്. കാരണം ഇപ്പോ ഇറാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നല്ലോ. അപ്പോൾ വരുമ്പോൾ ഇതുവരെയും ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നു ബാക്കി GCC രാജ്യങ്ങൾക്ക് ഇറാനോട്. അത് തീരുമോ? അതിന് പല മാനങ്ങളുണ്ട്, പല തലങ്ങളുണ്ട്. ഒന്ന് ഷിയ സുന്നി പ്രശ്നം. ഓക്കെ, അതുണ്ടായിക്കോട്ടെ, അതവിടെ നിൽക്കുന്നു. അന്നേരവും ആധുനിക കാലത്ത് വേണമെങ്കിൽ അത് മറന്ന് മുന്നോട്ട് പോവാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അപ്പോൾ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമാണ്. രാഷ്ട്രീയപരം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്നുണ്ടോ, ഇസ്രായേലിനെ അനുകൂലിക്കുന്നുണ്ടോ? കാരണം ഇസ്രായേലിനോട് കടുത്ത ശത്രുതയാണ് ഇറാന്. എന്നാൽ ഒരുതപ്പെട്ട GCC രാജ്യങ്ങൾ ഇസ്രായേലിനോട് നേരിട്ടോ പരോക്ഷമായിട്ടോ ഒരു ബന്ധം സ്ഥാപിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ ബന്ധം അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, കാരണം പല പല ബിസിനസ് ബന്ധങ്ങളുണ്ട്. ഇത് ഇവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് ഒരു കാരണമായിട്ടുണ്ട്. എങ്കിലും ഈ വർഷം തുടങ്ങിയപ്പോൾ 2026 അമേരിക്കൻ പടക്കപ്പലുകൾ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ UN-ൽ ഇറാനെതിരായിട്ട് സുരക്ഷാ സമിതി ഒരു പ്രമേയം വന്നപ്പോൾ ഇന്ത്യ ഇറാന് വേണ്ടി വോട്ട് ചെയ്തു. അമേരിക്കയ്ക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. ഈ വോട്ടിംഗ് കഴിഞ്ഞതും ഓരോരോ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇറാനിന് സപ്പോർട്ട് വന്നു തുടങ്ങി. പല രാജ്യങ്ങളും പറയാൻ തുടങ്ങി ഇറാനെ ആക്രമണിക്കാൻ ശരിയല്ല, ഞങ്ങളുടെ മണ്ണും ആകാശവും അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, അമേരിക്കയിൽ നിന്നും മാറണം എന്നുള്ള അഭിപ്രായം വന്നു തുടങ്ങി. സൗദി നിലപാടെടുത്തു, UAE നിലപാടെടുത്തു. അതിനുള്ള ഒരു കാരണം ഇന്ത്യയാണ്. കാരണം ഒരു ഗൾഫ് രാജ്യമല്ലാത്ത, മുസ്ലിം രാജ്യമല്ലാത്ത ഇന്ത്യ ആ ഒരു നിലപാടെടുത്തപ്പം, മാത്രമല്ല ഇന്ത്യയുടെ നിലപാട് ഗ്ലോബൽ സൗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്, ഗൾഫ് രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. UAE അതിനൊപ്പമേ നിൽക്കുന്നുള്ളൂ എപ്പോഴും. അപ്പോൾ ആ രാജ്യങ്ങളും ആ നിലപാടിലേക്ക് വന്നു തുടങ്ങി. ഇതൊരു സുപ്രധാന നീക്കമായി. അതോടുകൂടി മാനസികമായിട്ട് ഇറാൻ ആക്രമിക്കപ്പെടേണ്ടതല്ല എന്നൊരു തോന്നൽ ഗൾഫിലുണ്ടായി. ഇതിൻ്റെ അടുത്ത ഘട്ടം, ഇനിയിപ്പോൾ ആക്രമണം നടന്ന് മുന്നോട്ട് പോകുന്നു. ഈ ആക്രമണം അടുത്ത ഘട്ടത്തിൽ കടന്നിരുന്നുവെങ്കിൽ എന്തായാലും നമ്മൾ ചിന്തിക്കണം. ഡീസലൈനേഷൻ പ്ലാന്റുകൾ ആക്രമിക്കപ്പെടും. നമുക്ക് തോന്നും അതിലെന്താ ഉള്ളത്, കടലിൽ നിന്ന് വെള്ളമെടുത്ത് കടൽ വെള്ളത്തെ ഉപ്പ് മാറ്റി വെള്ളമാക്കി മാറ്റുന്ന പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടാൽ ഇത് ഈ ഇസ്രായേലിലെ ആണവ കേന്ദ്രം ആക്രമിക്കപ്പെടുന്നതിനേക്കാളും ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കും. കാരണം അവിടെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള പോലെ വെള്ളച്ചാട്ടങ്ങളില്ല, ഇടയ്ക്കിടയ്ക്ക് മഴയില്ല, ഒന്നുമില്ല, മരുഭൂമികളാണ്. അവിടെ വെള്ളം ഇത്രയും വലിയ ലക്ഷക്കണക്കിന് ആൾക്കാർ വെള്ളം കുടിച്ചു പോകുന്നത് എങ്ങനെ? ഡീസലിനേഷൻ പ്ലാന്റുകളാണ്. കടൽ വെള്ളം ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു സർക്കാർ. ആ പ്ലാന്റുകൾ തീർന്നു. എന്ത് ചെയ്യും? നമ്മൾ വെള്ളം കുടിക്കാണ്ട് എത്ര ദിവസം ഇരിക്കും? ഒരു ദിവസം ഇരിക്കുമോ? അമേരിക്ക പോലും അവിടെ നിന്ന് ഓർഡർ ചെയ്ത് മതി. കാരണം അവരുടെ മിലിറ്ററി സെൻറ്റേഴ്സിന് പോലും വാട്ടർ സപ്ലൈ ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ഗുരുതര സിറ്റുവേഷൻ. പക്ഷേ ഇറാൻ അത് ചെയ്തില്ല. ഇറാൻ വേണം ആദ്യമേ ചെയ്യായിരുന്നു, അത് ചെയ്തില്ല. അതിനർത്ഥം ഇറാൻ ഉദ്ദേശിക്കുന്നതാണ്, അവന് വ്യക്തമാക്കുകയാണ്, ഞങ്ങൾ ഗൾഫിലെ ജനങ്ങൾക്കെതിരല്ല, ഞങ്ങൾ ഗൾഫിലെ ഭരണകൂടങ്ങൾക്ക് പോലും എതിരല്ല. പക്ഷേ ഭരണകൂടം എടുത്തിരിക്കുന്ന ഒരു നയമുണ്ട്, അത് അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ്. ഈ യുദ്ധസമയത്ത് അവർ ഞങ്ങൾ ആക്രമിക്കുകയാണ്, നിങ്ങൾ അവരോടൊപ്പമാണ്, അത് ചേഞ്ച് ചെയ്യൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് 3 പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളതിൽ പ്രധാനമായിട്ട് കണ്ടത് ഇറാൻ പ്രസിഡൻറ്റ് ക്ഷമ ചോദിച്ചു, ഇനി അവരെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നുള്ള. അതിനു മുമ്പ് തന്നെ റഷ്യൻ പ്രസിഡൻറ്റ് പുടിൻ ഗൾഫ് രാജ്യങ്ങളിലെ മേധാവികളായിട്ട് സംസാരിച്ചായിരുന്നു. ഇത് കൂടാതെ സൗദിയുടെ ഭരണാധികാരി ഇറാനിയൻ പ്രതിനിധിയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ്. ഇതിനെ 3 കൂട്ടി വായിക്കണം. അതായത് റഷ്യ രാഷ്ട്രീയമായിട്ട് അവിടെ ഇടപെടുന്നു. റഷ്യൻ ഇടപെടലിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇറാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. 2, ദീർഘകാല ശത്രുക്കളായിട്ടുള്ള ബദ്ധവൈരികളായിട്ടുള്ള ഇറാനും സൗദിയും തമ്മിൽ അവരുടെ വൈരം അവസാനിപ്പിക്കുന്നതിൻ്റെ ആദ്യ സൂചനകൾ എന്ന പോലെ അവർക്കിടെ ചർച്ച നടന്നിരിക്കുന്നു. ആ വൈരം മുതലെടുത്ത് മുസ്ലിങ്ങളതല്ലേ ബോംബിടാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെങ്കിൽ എന്തിന് നമ്മളതിന് നിന്ന് കൊടുക്കണം എന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളതെങ്കിൽ സ്വാഗതാർഹം. അമേരിക്ക മേഖലയെ നമുക്ക് മാറ്റി നിർത്താൻ ചിന്തിക്കേണ്ടി വരും. ഗൾഫ് ന്യൂസിൽ വന്നിരിക്കുന്ന വേറൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അതായത് അമേരിക്കയായിട്ടുള്ള ബന്ധങ്ങൾ മുന്നേ പോലെ ഈ കോൺട്രാക്റ്റുകളൊന്നും ആവശ്യമില്ല, ഇത് നമുക്ക് ദോഷമാണ്, ഈ ഗൾഫിൻ്റെ സുരക്ഷയ്ക്ക് ദോഷകരമായിട്ട് മാറുന്നു, അതുകൊണ്ട് കഴിയുന്നതും പല കോൺട്രാക്റ്റും അവസാനിപ്പിക്കുക എന്നൊരു നിലപാട് അവർക്കിടയിൽ, ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ആ ചിന്ത വ്യാപകമാകുന്നു എന്നും കൂടിയാണ് കാണുന്നത്. അമേരിക്കയോട് നിർത്തി ഇപ്പോൾ തന്നെ പൊക്കോ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഉറപ്പായിട്ടും നാളെ ഗൾഫ് രാജ്യങ്ങൾക്ക് പുതിയൊരു നിലപാടെടുക്കേണ്ടി വരും. അപ്പോൾ അവർ അമേരിക്കയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ആരെയായിരിക്കും വേണ്ടത്? ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർ ചൈന, ഇന്ത്യ ആയിരിക്കും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് UAEക്കാണ് ഏറ്റവും താല്പര്യം ഇന്ത്യയോടാണ്, ഇന്ത്യക്കൊപ്പം നിൽക്കാനേ താല്പര്യപ്പെടുന്നുള്ളൂ. ചൈനയ്ക്ക് ഇവിടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്, ചൈന അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും പ്രശ്നമാണ്, നമുക്കും പ്രശ്നമാണ്. കാരണം നമ്മൾ വലിയൊരു വ്യാപാര കരാർ UAE ആയിട്ട് ഉപയോഗിക്കുക, അത് കുളമാകും, അത് തകരാറിലാവും.
എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇനി അത് ജോലി കിട്ടേണ്ടതാണ്, മലയാളി ഉൾപ്പെടെ. അതൊക്കെ നടക്കാണ്ടാവും. പുതിയ അനേകം ബിസിനസ്സുകൾ വരേണ്ടതാണ്, അനേകം കയറ്റുമതികളും അനേകം ഇറക്കുമതികളും വരേണ്ടതാണ്. ഇന്ത്യക്കും യു എക്കും സ്വന്തം കറൻസികളിൽ പെട്രോളിയം വ്യാപാരം ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ അനേകം കാര്യങ്ങൾ നടക്കേണ്ടതാണ്. അതിനൊക്കെ വിഘാതമായിട്ടാണ് ഈ ഗൾഫ് യുദ്ധം വന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, ഇവിടെ സമാധാനം ഉണ്ടാവും, ഇവിടുത്തെ ബിസിനസ് നശിക്കില്ല, ഇവിടെ നിന്നുള്ള ജോലി നശിക്കില്ല, ഇവിടെ ആൾക്കാർക്ക് കുടിവെള്ളം മുട്ടില്ല, ഇവിടെ സമാധാനമായിട്ട് കഴിയാം എന്നൊരു ഉറപ്പ് ഇറാൻ കൊടുത്താൽ മതി. ഇറാൻ മാത്രം കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ഉറപ്പായി. അവിടെ അതനുസരിച്ച് ആ രാജ്യങ്ങൾക്കിടയിൽ നല്ലൊരു സമാധാന ചർച്ച നടക്കുകയും GCC രാജ്യങ്ങൾ ഇറാനും ഒരുമിച്ച് നിൽക്കുകയും ചെയ്താൽ ഞാൻ പറയുന്നത് ഇന്ത്യക്ക് നല്ലത് തന്നെയാണ്. കാരണം ഇറാൻ ഇന്ത്യയുടെ ഉത്തമ സുഹൃത്താണ്. കാശ്മീർ പ്രശ്നം വരുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത രാജ്യമാണ് ഇറാൻ. ഏത് ഇറാൻ? ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. ഷായുടെ ഇറാനല്ല, 1979 മുമ്പത്തെ ഇറാനല്ല. അവർ അമേരിക്കയുടെ പാവ സർക്കാരായിരുന്ന ഷാ ചക്രവർത്തി ഭരിച്ചിരുന്ന ഇറാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സുഹൃത്തായിരുന്നു, പാകിസ്ഥാന് വേണ്ടി വോട്ട് ചെയ്യായിരുന്നു. അയാളെ പുറത്താക്കി ഇസ്ലാമിക മതഭരണകൂടം വന്നപ്പോൾ ഇന്ത്യയുടെ സുഹൃത്തുക്കളായിട്ടാണ് മാറിയത്. ഒരു മതഭരണകൂടം ലോകത്ത് എവിടെയെങ്കിലും വന്നെന്ന് വെച്ചിട്ട് ഇന്ത്യയുടെ ശത്രുക്കളായി നമ്മൾ കരുതണ്ട, നമ്മുടെ മിത്രങ്ങളായിട്ട് തന്നെ നിൽക്കും. നമ്മുടെ ഡിപ്ലോമസി ഏരിയയായിരുന്നാൽ മതി. ഇന്ത്യയുടെ ഡിപ്ലോമസി അങ്ങനെയാണ്. ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ ഒപ്പമുണ്ട്. സൗദി നമ്മുടെ ഒപ്പമാണ്, UAE നമ്മുടെ ഒപ്പമുണ്ട്. കുവൈറ്റിനും ഖത്തറിനും ഒക്കെ ഇച്ചിരി വ്യത്യാസപ്പെട്ട അഭിപ്രായങ്ങളുണ്ടാവും. എങ്കിലും ടർക്കിക്ക് തീർത്ത് നമ്മുടെ എതിർപ്പാണ്. എന്നാൽ ഇറാൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. എവിടെ ഒരു ബാലൻസ് നമുക്കുണ്ട്, അനേക ഇന്ത്യക്കാർ അവിടെയുണ്ട്. പിന്നെ ഇന്ത്യ ഇവർക്കൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം പെട്രോളിയത്തിൻ്റെ യുഗം അവസാനിച്ച് കഴിയുമ്പോൾ ബിസിനസ് യുഗം ഗൾഫിൽ തുടങ്ങിയേ പറ്റൂ. UAE ഇപ്പോൾ തന്നെ ആ പാതയിലാണ്. അങ്ങനെയെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ 2 മാർക്കറ്റുകൾ അവർക്ക് ആശ്രയിക്കേണ്ടി വരും. ഒന്ന് ഇന്ത്യയും മറ്റേത് ചൈനയാണ്. ഈ രാജ്യങ്ങളോട് തല്ലുകൂടിക്കൊണ്ട് അവർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മാറ്റം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സമാധാനം ഉണ്ടാക്കുന്നു പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടും എന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. ഈ സമാധാനം വന്നില്ല എങ്കിൽ, അവിടെ അക്രമമാണ് മുന്നിലെങ്കിൽ, അവിടെയെല്ലാം കത്തിയിരിക്കുകയാണെങ്കിൽ, ഹോർമോസ് സ്ഥിരമായിട്ട് അടച്ചിടുകയാണ് വരുന്നതെങ്കിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. നമുക്കിവിടെ നിന്ന് ഓയിൽ കിട്ടേണ്ടതാണ്, നമ്മുടെ എത്രയോ ആൾക്കാർക്ക് തൊഴിൽ വേണ്ടതാണ്, നമുക്കവിടെ മാർക്കറ്റുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രം പച്ചക്കറി, സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം പച്ചക്കറി അങ്ങോട്ട് പോകണമെന്നറിയോ? ഫ്രഷ് പച്ചക്കറികൾ അനേകം പേര് അങ്ങോട്ട് കയറ്റുമതി ചെയ്ത് അവിടെ വിൽക്കുന്ന ഒരു രാജ്യങ്ങളാണിത്. ഗൾഫിൽ ഇത് വിളയുന്നില്ലല്ലോ. സിമ്പിളായിട്ട് പറയാം, ചാണകം പോലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം ഗൾഫിൽ പല മേഖലയിലും കാർഷിക വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ കമ്പോസ്റ്റും ചാണകവും കയറിപ്പോണ്ട്. അതിന് പോലും വിൽപ്പനയുണ്ട് അവിടെ. അപ്പോൾ ഇതെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ബിസിനസ്സുകൾ, പുതിയ ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുക. അപ്പം സമാധാനമാണ് വേണ്ടത്. സമാധാനം വന്നാലേ ഇതിന് ഈ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോകുള്ളൂ. ഇല്ലെങ്കിൽ ആകെ ഡെവലപ്മെൻറ്റ് വരുന്നത് ആയുധ നിർമ്മാണ മേഖല മാത്രമായിരിക്കും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരപ്പെടണ്ടേ? നമ്മുടെ ഇവിടുത്തെ എത്രയോ കുടുംബങ്ങൾ കഞ്ഞി കുടിക്കണ്ടേ? 1 കോടി ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും? കഷ്ടമല്ലേ? അപ്പോൾ അവർക്കിടെ നിലനിൽക്കാൻ പറ്റുന്നു മാത്രമല്ല, അവിടെ ഉണ്ടാകുന്ന ഏറ്റവും മികച്ച സമാധാനം കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കും, ഗുണമുണ്ടാക്കും. രാഷ്ട്രീയമായിട്ട് നമുക്ക് നല്ലതാണ്. കാരണം രാഷ്ട്രീയമായിട്ട് ഇറാൻ നിൽക്കുന്ന റഷ്യയോടൊപ്പമാണ്, ഇന്ത്യയോടൊപ്പമാണ്, ചൈനയോടൊപ്പമാണ്. ഈ 3 രാജ്യങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഈ 3 രാജ്യങ്ങൾ ചേരുന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ അംഗമാണ് ഇറാൻ. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ സമാധാനം വരുന്നത് ബ്രിക്സ് കൂട്ടായ്മയ്ക്കും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും നല്ലതാണ്. നാളെ ഡീഡോളറൈസേഷൻ വരുമ്പോൾ ഈ രാജ്യങ്ങൾ നമ്മളൊപ്പം ചേരാനും ഉണ്ടാവും. ഇന്ത്യയുടെ UPI നാളെ ഇവിടെ എല്ലാം ഉണ്ടാവും. അമേരിക്ക പോലും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് ഗൾഫിൽ വെച്ച് പൈസ അയക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കില്ലായിരിക്കും. പക്ഷേ നാളെ അത് വരും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അങ്ങോട്ടും വ്യാപിക്കും. റുപ്പേ കാർഡ് അവിടെ ഉപയോഗിക്കപ്പെടും. ഇങ്ങനെ പല പല കാര്യങ്ങൾ വരാൻ പോവുകയാണ്. അതുകൊണ്ട് അതെല്ലാം വരാൻ പോകുന്നു എന്ന് നമ്മൾ മുമ്പ് പറയുമ്പോഴും ഇങ്ങനത്തെ യുദ്ധം വരുന്ന നമ്മൾ ഓർത്തിരുന്നില്ല. ഇങ്ങനത്തെ സമാധാനക്കേടുണ്ടാകുമെന്ന് ഓർത്തിരുന്നില്ല. ആ സമാധാനക്കേട് മാറിയാൽ, ഈ യുദ്ധാവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നാൽ, അവിടെ സമാധാനം നിലനിന്നാൽ ഇന്ത്യൻ താല്പര്യങ്ങൾ, ഇന്ത്യൻ ബിസിനസ് താല്പര്യങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടും. ഇതാണ് ഞാനതിൽ കാണുന്ന മെച്ചം.